എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസത്തിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. ചപ്പാത്തിക്കും ചോറിനുമൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊഞ്ച് വരട്ടിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ പുറം ഭാഗത്ത് വള്ളി പോലെ കാണപ്പെടുന്ന അതെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ അത് നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ കറുത്ത അഴുക്ക് ആ ഭാഗത്തും ഉണ്ടാവും, അത് നന്നായി വൃത്തിയാക്കണം. ഒരു മൺചട്ടിയിൽ നമ്മൾ വൃത്തിയാക്കി വെച്ച ഈ കൊഞ്ചിലേക്ക് ആവശ്യത്തിന് കരിവേപ്പില, ഒരു പച്ചമുളക് നെടുകെ പിളർന്നത്, ഒരു കഷ്ണം പുളി, നെകുക്ക വെള്ളം, അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേകുന്നവരെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൊഞ്ച് നന്നായിട്ട് വെന്ത ശേഷം ആ ചട്ടിയിൽ നിന്നും അത് മാറ്റി വയ്ക്കുക. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇതേപോലെ കഷ്ണങ്ങളാക്കി വറുത്തെടുക്കാം. ആ തേങ്ങ കഷ്ണം ചെറുതായി ചുമക്കുമ്പോൾ കടുക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം കടുക് താളിച്ചും ഇടാം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1.5 പിടി ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞത് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ 4 പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മറ്റേ തിളപ്പിച്ച് വെച്ച കൊഞ്ചിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പം ആ ഉപ്പും ഈ ഉപ്പും കൂടി ബാലൻസ് ആവണം. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ നമ്മളത് ഇളക്കുക. പിന്നെ നമ്മൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും ചേർത്ത് അതിൻ്റെയും പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ പ്രധാനമായിട്ട് ചേർക്കേണ്ട മറ്റൊരു കൂട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കേണ്ടതാണ്. അപ്പോൾ അത് ആദ്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഞാൻ മറ്റൊരു പാത്രത്തിൽ ചെയ്താണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോഴത്തേക്കും വളരെ സിമ്മിലിട്ട് വേണം ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഗ്രേവിയിലേക്ക് നമ്മൾ കൊഞ്ച് തിളപ്പിച്ച ആ വെള്ളം ആദ്യം ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മുടെ ആ ഗ്രേവി ഈ പരുവാകുമ്പോഴത്തേക്കും നമ്മൾ ഈ കൊഞ്ച് കഷ്ണങ്ങളും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ റെഡിയാക്കിയിരുന്ന ചട്ടിയിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ ഒരു വാഴയില വൃത്തിയാക്കി വെട്ടിയതെടുത്ത് വയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ കൊഞ്ച് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഒരു അരമുറി തേങ്ങ ചിരവി 1/4 പാല് ആദ്യം കുറച്ച് ഒഴിക്കുക. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയറും വെക്കുക. നമ്മൾ രണ്ടാമത്തെ ലെയറും വെച്ചതിന് ശേഷം ബാക്കി തേങ്ങാപ്പാലും അതിന് മുകളിലേക്ക് ഒഴിക്കുക. അത് നന്നായി മിക്സ് ചെയ്യണം. നമ്മുടെ കറി ഇത്രയും ആക്കിയ ശേഷം വൃത്തിയുള്ള മറ്റൊരു വാഴയില ഉപയോഗിച്ച് അത് മൂടുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു അടപ്പും വെച്ച് മൂടി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ആ മസാല എല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടി ചെറുതീയിലാണിട്ട് ഇത് വേവിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡിയായി. ഇപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യാം, പക്ഷെ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കുറുക്കിയെടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് കൊഞ്ച് എപ്പോഴെങ്കിലും കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
അപ്പം നിങ്ങളെല്ലാവരും ഇതുവരെ കണ്ടതിന് നന്ദി. അപ്പോൾ ദൈവം അനുവദിച്ചാൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.